എടി, അവന്റെ സ്വഭാവത്തിൽ എന്തോ കാര്യമായ മാറ്റമുണ്ടല്ലോ. അതെ അതെ, ഞാനും ശ്രദ്ധിച്ചു. എന്താ ഒരു ദേഷ്യം? നമ്മുടെ ആ പഴയ മനുമോനെ അല്ല അവനിപ്പോ. അതെ, ഈ ദിവസങ്ങളിൽ റൂമിൽ തനിയെ ഒരുപാട് സമയം ഇരിക്കുന്നത് ഞാൻ കണ്ടു. നീ അവനെ ഒന്ന് ശ്രദ്ധിക്കണം. എന്താണെന്നറിയില്ല, എന്റെ മനസ്സിനൊരു പിടച്ചു. ദൈവമേ, എന്നാണോ ഞങ്ങളുടെ മനുമോൻ? എടി, ആ ഫോണൊന്നും എടുത്തേ. ഹലോ, ആരാണ്? ഹലോ, മനുവിന്റെ വീടല്ലേ? അതെ, മനുവിന്റെ ആരാണ് നിങ്ങൾ? മനുവിന്റെ അമ്മയാണ്. നിങ്ങൾ ആരാണ്? KG ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്ത്? വിളിച്ചിരുന്നു? ഹലോ ഹലോ, മോനെ മോനെ, എന്ത് പറ്റി? എന്ത് പറ്റി? നമ്മുടെ മോനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. എന്താണെന്നറിയില്ല. നീ ഒന്ന് സമാധാനിക്ക്. നീ ഒന്ന് സമാധാനിക്ക്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. യെസ്, കമ്മിങ്. ഇരിക്കൂ. എന്താണ്? സാർ, എന്റെ മോനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞു ഇവിടുത്തെ ഫോൺ വന്നു. ഓ യെസ്, മനു അല്ലേ? അതെ സാർ. അവനെന്താ പറ്റിയത്? എന്തു പറ്റാനാ? പണം കൊടുത്ത് മോനെ കോടതിയിൽ അയക്കുമ്പോൾ അവനെ ഒന്ന് ശ്രദ്ധിക്കാൻ മറന്നുപോയി അല്ലേ? സാർ, എന്താ സാർ? ഒന്ന് തെളിച്ചു പറ. മോനെ മയക്കുമരുന്ന് ഉപയോഗിച്ചപ്പോൾ ഒന്ന് വിലക്കായിരുന്നല്ലോ. സാർ, എന്റെ മോനോ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അല്പസ്വല്പം മദ്യം ഞാൻ കഴിക്കും, പക്ഷെ അവനെ ഞാൻ ഇതൊന്നും ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. ഹേ മിസ്റ്റർ, അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. മദ്യത്തിന്റെ വഴിയിലൂടെ നിങ്ങൾ ജീവനം പോയപ്പോൾ മകനെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നല്ലോ.